പ്രഭാഷകൻ 42-ാം അധ്യായത്തിൻ്റെ പാർട്ട് 2 ആണ് ഈ വീഡിയോയിൽ. പ്രപഞ്ചത്തിൽ ദൈവമഹത്വം എന്ന ശീർഷകം ആസ്പദമാക്കിയുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും പോകാം. ചോദ്യം 91. ആരാണ് കർത്താവിൻ്റെ പ്രവൃത്തികളെ അനുസ്മരിക്കുകയും ഞാൻ കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞത്? ഉത്തരം പ്രഭാഷകൻ. ചോദ്യം 92. ആരുടെ പ്രവൃത്തികളെ അനുസ്മരിക്കും എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം കർത്താവിൻ്റെ. ചോദ്യം 93. കർത്താവിൻ്റെ എന്തിനെ അനുസ്മരിക്കും എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം പ്രവൃത്തികളെ. ചോദ്യം 94. കർത്താവിൻ്റെ പ്രവൃത്തികളെ എന്ത് ചെയ്യും എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം അനുസ്മരിക്കും. ചോദ്യം 95. ഞാൻ ഡാഷ് പ്രഘോഷിക്കുകയും ചെയ്യും. ഉത്തരം കണ്ടത്. ചോദ്യം 96. എങ്ങനെയാണ് കർത്താവിൻ്റെ പ്രവൃത്തികൾ നിർവഹിക്കപ്പെടുന്നത്? ഉത്തരം വചനം വഴി. ചോദ്യം 97. വചനം വഴി ആരുടെ പ്രവൃത്തികളാണ് നിർവഹിക്കപ്പെടുന്നത്? ഉത്തരം കർത്താവിൻ്റെ. ചോദ്യം 98. കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനം വഴി എന്ത് ചെയ്യപ്പെടുന്നു? ഉത്തരം നിർവഹിക്കപ്പെടുന്നു. ചോദ്യം 99. ആര് തൻ്റെ കിരണങ്ങൾ കൊണ്ട് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നു? ഉത്തരം സൂര്യൻ. ചോദ്യം 100. സൂര്യൻ തൻ്റെ എന്തുകൊണ്ട് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നു? ഉത്തരം കിരണങ്ങൾ കൊണ്ട്. ചോദ്യം 101. സൂര്യൻ തൻ്റെ കിരണങ്ങൾ കൊണ്ട് എന്തിനെ കടാക്ഷിക്കുന്നു? ഉത്തരം എല്ലാ വസ്തുക്കളെയും. ചോദ്യം 102. സൂര്യൻ തൻ്റെ കിരണങ്ങൾ കൊണ്ട് എല്ലാ വസ്തുക്കളെയും എന്തു ചെയ്യുന്നു? ഉത്തരം കടാക്ഷിക്കുന്നു. ചോദ്യം 103. ആരുടെ മഹത്വം എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നു? ഉത്തരം കർത്താവിൻ്റെ. ചോദ്യം 104. കർത്താവിൻ്റെ എന്ത് എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നു? ഉത്തരം മഹത്വം. ചോദ്യം 105. കർത്താവിൻ്റെ മഹത്വം എന്തിൽ നിറഞ്ഞിരിക്കുന്നു? ഉത്തരം എല്ലാ സൃഷ്ടികളിലും. ചോദ്യം 106. കർത്താവിൻ്റെ മഹത്വം എല്ലാ സൃഷ്ടികളിലും എന്താണ്? ഉത്തരം നിറഞ്ഞിരിക്കുന്നു. ചോദ്യം 107. ആരുടെ വിസ്മയനീയമായ പ്രവൃത്തികൾ അവിടുത്തെ വിശുദ്ധർക്ക് പോലും അവർണ്ണനീയമാണ്? ഉത്തരം കർത്താവിൻ്റെ. ചോദ്യം 108. കർത്താവിൻ്റെ എന്ത് അവിടുത്തെ വിശുദ്ധർക്ക് പോലും അവർണ്ണനീയമാണ്? ഉത്തരം വിസ്മയനീയമായ പ്രവൃത്തികൾ. ചോദ്യം 109. കർത്താവിൻ്റെ വിസ്മയനീയമായ പ്രവൃത്തികൾ അവിടുത്തെ ആർക്ക് പോലും അവർണ്ണനീയമാണ്? ഉത്തരം വിശുദ്ധർക്ക് പോലും. ചോദ്യം 110. കർത്താവിൻ്റെ വിസ്മയനീയമായ പ്രവൃത്തികൾ അവിടുത്തെ വിശുദ്ധർക്ക് പോലും എന്താണ്? ഉത്തരം അവർണ്ണനീയമാണ്. ചോദ്യം 111. എന്ത് മുഴുവൻ തൻ്റെ മഹത്വത്തിൽ നിലകൊള്ളുവാൻ വേണ്ടി സർവശക്തനായ കർത്താവ് സ്ഥാപിച്ചവയത്രേ അവ? ഉത്തരം പ്രപഞ്ചം മുഴുവൻ. ചോദ്യം 112. പ്രപഞ്ചം മുഴുവൻ തൻ്റെ എന്ത് നിലകൊള്ളുവാൻ വേണ്ടി സർവശക്തനായ കർത്താവ് സ്ഥാപിച്ചവയത്രേ അവ? ഉത്തരം മഹത്വത്തിൽ. ചോദ്യം 113. പ്രപഞ്ചം മുഴുവൻ തൻ്റെ മഹത്വത്തിൽ നിലകൊള്ളുവാൻ വേണ്ടി ആര് സ്ഥാപിച്ചവയത്രേ അവ? ഉത്തരം സർവശക്തനായ കർത്താവ്. ചോദ്യം 114. പ്രപഞ്ചം മുഴുവൻ തൻ്റെ മഹത്വത്തിൽ നിലകൊള്ളുവാൻ വേണ്ടി സർവശക്തനായ കർത്താവ് ഡാഷ് അവ? ഉത്തരം സ്ഥാപിച്ചവയത്രേ. ചോദ്യം 115. ആര് ആഴിയുടെ അഗാധത്തെയും മനുഷ്യഹൃദയങ്ങളെയും പരിശോധിച്ച് അവയുടെ നിഗൂഢതകൾ ഗ്രഹിക്കുന്നു? ഉത്തരം അവിടുന്ന്. ചോദ്യം 116. അവിടുന്ന് എന്തൊക്കെ പരിശോധിച്ച് അവയുടെ നിഗൂഢതകൾ ഗ്രഹിക്കുന്നു? ഉത്തരം 1. ആഴിയുടെ അഗാധത്തെയും 2. മനുഷ്യഹൃദയങ്ങളെയും. ചോദ്യം 117. അവിടുന്ന് ആഴിയുടെ അഗാധത്തെയും മനുഷ്യഹൃദയങ്ങളെയും പരിശോധിച്ച് അവയുടെ എന്ത് ഗ്രഹിക്കുന്നു? ഉത്തരം നിഗൂഢതകൾ. ചോദ്യം 118. അവിടുന്ന് ആഴിയുടെ അഗാധത്തെയും മനുഷ്യഹൃദയങ്ങളെയും പരിശോധിച്ച് അവയുടെ നിഗൂഢതകൾ എന്തു ചെയ്യുന്നു? ഉത്തരം ഗ്രഹിക്കുന്നു. ചോദ്യം 119. ഡാഷ് അവിടുന്ന് അറിയുന്നു? ഉത്തരം അറിയേണ്ടതെല്ലാം. ചോദ്യം 120. എന്തിൻ്റെ സൂചനകൾ അവിടുന്ന് നിരീക്ഷിക്കുകയും ചെയ്യുന്നു? ഉത്തരം കാലത്തിൻ്റെ. ചോദ്യം 121. കാലത്തിൻ്റെ എന്ത് അവിടുന്ന് നിരീക്ഷിക്കുകയും ചെയ്യുന്നു? ഉത്തരം സൂചനകൾ.
ചോദ്യം 122. കാലത്തിൻ്റെ സൂചനകൾ ആര് നിരീക്ഷിക്കുകയും ചെയ്യുന്നു? ഉത്തരം അവിടുന്ന്. ചോദ്യം 123. കാലത്തിൻ്റെ സൂചനകൾ അവിടുന്ന് എന്ത് ചെയ്യുന്നു? ഉത്തരം നിരീക്ഷിക്കുകയും ചെയ്യുന്നു. ചോദ്യം 124. എന്താണ് അവിടുന്ന് പ്രഖ്യാപിക്കുന്നത്? ഉത്തരം ഭൂതവും ഭാവിയും. ചോദ്യം 125. ഭൂതവും ഭാവിയും ആര് പ്രഖ്യാപിക്കുന്നു? ഉത്തരം അവിടുന്ന്. ചോദ്യം 126. ഭൂതവും ഭാവിയും അവിടുന്ന് എന്തു ചെയ്യുന്നു? ഉത്തരം പ്രഖ്യാപിക്കുന്നു. ചോദ്യം 127. എന്ത് അവിടുന്ന് വെളിപ്പെടുത്തുന്നു? ഉത്തരം നിഗൂഢ രഹസ്യങ്ങൾ. ചോദ്യം 128. നിഗൂഢ രഹസ്യങ്ങൾ ആര് വെളിപ്പെടുത്തുന്നു? ഉത്തരം അവിടുന്ന്. ചോദ്യം 129. നിഗൂഢ രഹസ്യങ്ങൾ അവിടുന്ന് എന്ത് ചെയ്യുന്നു? ഉത്തരം വെളിപ്പെടുത്തുന്നു. ചോദ്യം 130. എന്ത് അവിടുത്തേക്ക് അജ്ഞാതമല്ല? ഉത്തരം ഒരു ചിന്തയും. ചോദ്യം 131. ഒരു ചിന്തയും ഡാഷ്. ഉത്തരം അവിടുത്തേക്ക് അജ്ഞാതമല്ല. ചോദ്യം 132. എന്ത് കർത്താവിന് മറഞ്ഞിരിക്കുന്നില്ല? ഉത്തരം ഒരു വാക്കും. ചോദ്യം 133. ഒരു വാക്കും ആർക്ക് മറഞ്ഞിരിക്കുന്നില്ല? ഉത്തരം കർത്താവിന്. ചോദ്യം 134. ഒരു വാക്കും കർത്താവിന് എന്ത് ചെയ്യുന്നില്ല? ഉത്തരം മറഞ്ഞിരിക്കുന്നില്ല. ചോദ്യം 135. ആരുടെ ജ്ഞാനത്തിൻ്റെ മഹിമകൾ അവിടുന്ന് ക്രമീകരിച്ചിരിക്കുന്നു? ഉത്തരം അവിടുത്തെ. ചോദ്യം 136. അവിടുത്തെ എന്തിൻ്റെ മഹിമകൾ അവിടുന്ന് ക്രമീകരിച്ചിരിക്കുന്നു? ഉത്തരം ജ്ഞാനത്തിൻ്റെ. ചോദ്യം 137. അവിടുത്തെ ജ്ഞാനത്തിൻ്റെ എന്ത് അവിടുന്ന് ക്രമീകരിച്ചിരിക്കുന്നു? ഉത്തരം മഹിമകൾ. ചോദ്യം 138. അവിടുത്തെ ജ്ഞാനത്തിൻ്റെ മഹിമകൾ ആര് ക്രമീകരിച്ചിരിക്കുന്നു? ഉത്തരം അവിടുന്ന്. ചോദ്യം 139. അവിടുത്തെ ജ്ഞാനത്തിൻ്റെ മഹിമകൾ അവിടുന്ന് എന്ത് ചെയ്തിരിക്കുന്നു? ഉത്തരം ക്രമീകരിച്ചിരിക്കുന്നു. ചോദ്യം 140. ആര് അനാദി മുതൽ അനന്തത വരെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം അവിടുന്ന്. ചോദ്യം 141. അവിടുന്ന് എന്ത് മുതൽ എന്ത് വരെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം അനാദി മുതൽ അനന്തത വരെ. ചോദ്യം 142. ഒന്നും കൂട്ടാനോ ഡാഷ് സാധിക്കുകയില്ല? ഉത്തരം കുറയ്ക്കാനോ. ചോദ്യം 143. ആർക്ക് ഉപദേശകരെയും ആവശ്യമില്ല? ഉത്തരം അവിടുത്തേക്ക്. ചോദ്യം 144. അവിടുത്തേക്ക് ആരെ ആവശ്യമില്ല? ഉത്തരം ഉപദേശകരെയും. ചോദ്യം 145. ആരുടെ പ്രവൃത്തികൾ എത്ര അഭികാമ്യം എന്നാണ് പ്രഭാഷകൻ 42:22 പറയുന്നത്? ഉത്തരം അവിടുത്തെ. ചോദ്യം 146. അവിടുത്തെ ഡാഷ് എത്ര അഭികാമ്യം? ഉത്തരം പ്രവൃത്തികൾ. ചോദ്യം 147. പ്രഭാഷകൻ 42:22 പ്രകാരം അവിടുത്തെ പ്രവൃത്തികൾ എന്താണ്? ഉത്തരം അഭികാമ്യം. ചോദ്യം 148. അവ ഡാഷ് എത്ര ദീപ്തമാണ്? ഉത്തരം കാഴ്ചയ്ക്ക്. ചോദ്യം 149. അവ കാഴ്ചയ്ക്ക് എന്താണ്? ഉത്തരം ദീപ്തമാണ്. ചോദ്യം 150. എന്തെല്ലാം എന്നേക്കും ജീവിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നു? ഉത്തരം അവയെല്ലാം. ചോദ്യം 151. അവയെല്ലാം എന്നേക്കും എന്തു ചെയ്യുന്നു? ഉത്തരം ജീവിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നു. ചോദ്യം 152. പ്രഭാഷകൻ 42:23 പ്രകാരം എന്തിനോട് വിശ്വസ്തത പുലർത്തുന്നു? ഉത്തരം സ്വധർമ്മത്തോട്. ചോദ്യം 153. സ്വധർമ്മത്തോട് എന്ത് പുലർത്തുന്നു? ഉത്തരം വിശ്വസ്തത. ചോദ്യം 154. എന്തിന് ജോഡികളായി ദ്വന്ദ്ങ്ങളായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു? ഉത്തരം എല്ലാ വസ്തുക്കളും. ചോദ്യം 155. എല്ലാ വസ്തുക്കളും എന്തായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു? ഉത്തരം ജോഡികളായി ദ്വന്ദ്ങ്ങളായി. ചോദ്യം 156. പ്രഭാഷകൻ 42:24 പ്രകാരം ഒന്നും എന്ത് അല്ല? ഉത്തരം അപൂർണ്ണമല്ല. ചോദ്യം 157. ഒന്ന് എന്തിന് പൂരകമാണ്? ഉത്തരം മറ്റൊന്നിന്. ചോദ്യം 158. ഒന്ന് മറ്റൊന്നിന് എന്താണ്? ഉത്തരം പൂരകമാണ്. ചോദ്യം 159. അവിടുത്തെ മഹത്വം ദർശിച്ച് ഡാഷ് മതിവരുമോ? ഉത്തരം ആർക്കെങ്കിലും. ചോദ്യം 160. 42-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 25.
ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് കരുതുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.